ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കുരിശിൻ്റെ വഴിയിലെ മരവിച്ച ഓർമ്മകളിൽ മഞ്ഞുപോലെ മനസ്സിന് കുളിർമയേകുന്ന മറ്റൊരു ഓർമ്മയുണ്ട്. എൻ്റെ ഈശോ സ്വന്തം അമ്മയെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് എനിക്ക് സ്വന്തമായി തന്ന സുന്ദര നിമിഷം. കുരിശിൻ ചുവട്ടിൽ ഈശോ തൻ്റെ രക്തത്താൽ രൂപപ്പെടുത്തിയ തിരുസഭയിലെ ആദ്യജാതർക്ക്, അവിടുത്തെ അരുമ സന്താനങ്ങൾക്ക് അമ്മയില്ലെങ്കിൽ അതിജീവനം അസാധ്യം എന്നറിഞ്ഞ ദൈവപുത്രൻ അവൻ്റെ അവസാന ശ്വാസത്തിന് മുൻപായി അന്ത്യസമ്മാനമായി അടുത്തു നിന്ന ശിഷ്യനിലൂടെ അമ്മയെ അവർക്ക് കൈമാറി. കുരിശിൻ്റെ വഴിയിലെ ഈ അമ്മയെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ പരിശുദ്ധ അമ്മ കർത്താവിന് കൂട്ടായിരുന്നത്, കൂടെ നടന്നത്, കരുത്തു പകർന്നത് പീലാത്തോസിൻ്റെ കൊട്ടാരം മുതൽ കാൽവരി വരെ നീളുന്ന കുരിശുയാത്രയിൽ മാത്രമല്ല, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ നീളുന്ന ക്രിസ്തുവിൻ്റെ ഈ ലോകയാത്രയിലുടനീളമാണ്. ഒരു പടി കൂടി കടന്നു പറയുകയാണെങ്കിൽ, ഗർഭധാരണം മുതൽ ഗാഗുൽത്ത വരെ ഈ അമ്മ ധീരതയോടെ തൻ്റെ തിരുപുത്രൻ്റെ തളർച്ചകളിൽ താങ്ങായും ക്ലേശങ്ങളിൽ ആശ്വാസമായും സഹനങ്ങളിൽ സഹകാരിണിയായും കൂടെ നിന്നു. ഇനി ഒന്നുകൂടെ സൂക്ഷിച്ചു വീക്ഷിച്ചാൽ ഈ സ്ത്രീരത്നം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞതിനെല്ലാം അപ്പുറം സദ്വാർത്ത മുതൽ സ്വർഗാരോഹണം വരെ എന്ന് കാണാനാകും. ഈശോയുടെ സ്വർഗാരോഹണത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ കുരിശുയാത്ര അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി. അവളുടെ രണ്ടാം ഘട്ട കുരിശുയാത്ര ആരംഭിച്ചത് അവിടെ വെച്ചായിരുന്നു. യേശുക്രിസ്തു മനുഷ്യരക്ഷ എന്ന മഹാദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ നിന്ന ശിഷ്യഗണം അവരെ അമ്മ തൻ്റെ നീല മേലങ്കിയിൽ പൊതിഞ്ഞു. മാതൃവാത്സല്യത്തിൻ്റെ ചൂട് ആവോളം പകർന്നതിനോടൊപ്പം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ്റെ വചനങ്ങൾ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ എന്ന പോലെ ഈ ശിഷ്യഗണത്തെ ഒരുമിച്ച് കൂട്ടി അവൾ നേരെ പോയത് സെഹിയോൻ മാളികയിലേക്കാണ്. അവിടെ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ആ കൊച്ചു കൂട്ടായ്മയുടെ പ്രാർത്ഥന പുരോഗമിച്ചു. 10-ാം ദിവസം പന്തക്കുസ്താ നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി. അന്ന് ആദ്യമായി വർണ്ണനകൾക്ക് അതീതമായ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം അവർ രുചിച്ചറിഞ്ഞു. സകല ശക്തികളെയും അതിശയിക്കുന്ന ദൈവശക്തി എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. തുടർന്നങ്ങോട്ട് അല്പം പോലും വിശ്രമമില്ലാതെ അപ്പസ്തോലന്മാരാൽ പിച്ചവച്ച് തുടങ്ങുന്ന തിരുസഭയ്ക്ക് ഉറപ്പുള്ള പിൻബലമായി അവൾ തൻ്റെ യാത്ര തുടങ്ങി. സഭാമക്കൾക്ക് മാത്രമല്ല, വിശ്വസിക്കുന്ന ഏവർക്കും എവിടെയും ഈ പരിശുദ്ധ അമ്മയുടെയും അവളുടെ തിരുക്കുമാരൻ്റെയും സാന്നിധ്യവും സഹായവും സംരക്ഷണവും ഉറപ്പാക്കാൻ സ്വർഗം മുദ്രവെച്ച ജപമാല എന്ന ഉജ്ജ്വലായുധം അവൾ വച്ചു നീട്ടി. കാഴ്ചയ്ക്ക് ചെറുതെങ്കിലും നാരകീയ ശക്തികൾ ഞെട്ടിവിറയ്ക്കുന്ന ഈ കുഞ്ഞായുധത്തിൻ്റെ അതുല്യ ശക്തിയെ വർണ്ണിക്കുക അസാധ്യം. ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവവചനങ്ങൾ ജപങ്ങളായി ഉരുവിട്ടുകൊണ്ടുള്ള ഈ പ്രാർത്ഥനയിൽ പൊട്ടാത്ത കെട്ടുകളില്ല, തുറക്കാത്ത വാതിലുകളില്ല, സംഭവിക്കാത്ത അത്ഭുതങ്ങളില്ല, തകരാത്ത കോട്ടകളില്ല, ജയിക്കാത്ത യുദ്ധങ്ങളില്ല, അഴിയാത്ത ബന്ധനങ്ങളില്ല, ഉരുകാത്ത ഹൃദയങ്ങളുമില്ല. വിശുദ്ധ മാമോദീസായിലൂടെ തിരുസഭയിലേക്ക് ജനിക്കുന്ന ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്കാണ്. അവരെ ഓരോരുത്തരെയും അമ്മ കൈപിടിച്ച് തൻ്റെ തിരുക്കുമാരൻ്റെ പക്കലേക്ക് നയിക്കുന്നു. നീയും ഞാനും നിൻ്റെയും എൻ്റെയും കുരിശുകളുമായി മുമ്പോട്ട് പോകാനാകാതെ കഷ്ടപ്പെടുമ്പോൾ പുത്രനെ സഹായിച്ചതുപോലെ നമ്മെയും കുരിശു വഹിക്കാൻ സഹായിച്ചുകൊണ്ട് അമ്മ കൂടെ നടക്കുന്നു. മുമ്പേ കടന്നുപോയ തലമുറകൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിത്യസഹായത്തെപ്പറ്റി പറയാൻ 100 നാവാണ്. അവരുടെ മുമ്പോട്ടുള്ള ജീവിതം ഇരുട്ട് നിറഞ്ഞതും വഴിമുട്ടിയതുമായപ്പോൾ അവർ ഭയപ്പെട്ടില്ല. കാരണം വഴിവിളക്കായി അമ്മ അവർക്ക് മുമ്പിലുണ്ടായിരുന്നു. ജപമാല കണ്ണികളാൽ വിളക്കി ചേർത്തിരുന്നത് കൊണ്ട് അവരുടെ കുടുംബ ബന്ധങ്ങൾ എക്കാലവും തകരാതെ തലയെടുപ്പോടെ നിന്നു. അവരുടെ ഭവനങ്ങൾക്കും വസ്തുവകകൾക്കും ചുറ്റുമുണ്ടായിരുന്ന കൊന്തവേലികളെ തകർക്കാൻ യാതൊരു ഛിദ്രശക്തികൾക്കും കഴിഞ്ഞിരുന്നില്ല. വരുമാന മാർഗങ്ങൾ അടഞ്ഞപ്പോഴും തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ മക്കളെ സ്വീകരിച്ചപ്പോഴും അവർ ആകുലപ്പെട്ടില്ല. കാനായിലെ കല്യാണത്തിന് കാലിയായ കൽഭരണികളിൽ വീഞ്ഞു നിറച്ചവൾ അവരുടെ വയറുകളും കാലിയാകാതെ നിറച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് 2024 വർഷങ്ങൾക്കിപ്പുറവും നിൻ്റെയും എൻ്റെയും കൂടെയുള്ള പരിശുദ്ധ അമ്മയുടെ കുരിശുയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള ആ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ ദിശ അല്പമൊന്ന് മാറിയാൽ അവളുടെ ചങ്കിടിപ്പ് ഉച്ചത്തിലാകും. അവളുടെ കണ്ണുനീർ തുള്ളികൾ രക്തത്തുള്ളികളാകും.
ഈ നോമ്പുകാലത്ത് നമ്മെ വിടാതെ പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കൈത്തണ്ടയിൽ നമുക്കും മുറുകെ പിടിക്കാം. അതിനായി അമ്മയെ നമുക്ക് തന്ന ഈശോനാഥൻ തന്നെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.